ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കാർത്തിക പുഴുക്ക്. ചിലയിടങ്ങളിൽ കാർത്തിക പുഴുക്കെന്ന് പറയും, ചിലയിടങ്ങളിൽ ഏകാദശി പുഴുക്ക് എന്നും പറയും. നമ്മൾ അതിനു വേണ്ടിയുള്ള ഐറ്റംസാണ് എല്ലാം കരുതിയിരിക്കുന്നത്. കപ്പയാണ്, ഒരെണ്ണം എടുത്തിട്ടുണ്ട്. കാച്ചിൽ 1 കിലോ, 2 ചീമച്ചേമ്പ്, ചെറിയൊരു ചേന, 2 ഏത്തയ്ക്ക, നാടൻ ഏത്തയ്ക്ക. നമുക്കിതെല്ലാം ക്ലീൻ ചെയ്ത് അരിഞ്ഞ് കഷ്ണങ്ങളാക്കിയെടുക്കാം. നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കഴുകിയെടുക്കാം. രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി ഇതുപോലെ നമുക്ക് ചെറുവത്തി വാരിയിടണം. നമ്മൾ ഈ ഒരു പരുവത്തി വേണം കഷ്ണങ്ങളൊക്കെ അരിയാൻ. കപ്പ ഈ ഒരു പരുവത്തി വേണം അരിഞ്ഞെടുക്കാൻ. അപ്പോൾ നമ്മൾ ചരുവം എടുത്തിട്ടുണ്ട് വേവിക്കാനായിട്ട്. നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. കഴുകി വാരി വെച്ചിരിക്കുന്ന അടുത്ത കഷ്ണങ്ങളോട് നമുക്കിതിലേക്ക് ഇടാം. നമുക്കിത് വേവാൻ പരുവത്തിന് പകുതി വെള്ളം ഒഴിക്കാം. കഷ്ണങ്ങൾ മുങ്ങി വെള്ളം വേണ്ട, അതുകൊണ്ട് ഈ പരുവത്തിന് നിൽക്കണം. കഷ്ണത്തിന് പരുവമായിട്ട് നിന്നാൽ നമുക്ക് പരുവത്തിനുള്ള ഉപ്പ് ചേർക്കാം. അല്പം കൂടെ വേണം. പരുവത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം. അല്പം മുളക് പൊടി, ഇത് വെന്തമൊന്ന് നോക്കട്ടെ. വെന്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കഷ്ണം ഇളക്കി അടച്ച് നമുക്ക് വയ്ക്കാം. ചൂട് വെള്ളം പറ്റണം, ബാക്കി കഷ്ണങ്ങളോട് വേവണം. ചീമച്ചേമ്പ് വെന്തിട്ടുണ്ട്, ബാക്കിയുള്ളത് കൂടെ വേവണം. ഇത് വേവട്ടെ. അപ്പം നമുക്കിതൊന്ന് തോർന്നുണ്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള വെള്ളം പറ്റാൻ വേണ്ടി നമുക്ക് ഈ നടുവശം ഒന്ന് കുഴിച്ച് കൊടുക്കാം. 2 സൈഡിലോട്ടായിട്ട് 4 സൈഡിലോട്ടായിട്ട് മാറ്റി വെച്ച് കൊടുക്കുമ്പോൾ ഈ വെള്ളം ഇവിടുന്ന് പറ്റിക്കോളും. വെള്ളം പാടില്ല, അടുക്കി പിടിക്കാതെ നമ്മൾ ശ്രദ്ധിച്ചോണം. അതിനാണ് നമ്മൾ ആദ്യമേ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. അതിന് കൂടെ ഇളക്കുകയും കൂടെ വേണം. നമ്മൾ അടപ്പ് തുറന്ന് ഇളക്കി വെച്ചുകൊണ്ടിരിക്കണം. കാരണം അല്ലെങ്കിൽ അടുക്കി പിടിച്ചാൽ ടേസ്റ്റ് വ്യത്യാസം വരും. നമുക്കതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. പഴുത്ത കാന്താരി അല്പം, ഒരു 3-4 ചെറിയ ഉള്ളി, വലിയ ചെറിയ ഉള്ളിയാണ് എൻ്റേത്. ഞാനൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. തേങ്ങ, അല്പം ജീരകം, ഞാൻ പൊടിച്ചതാണ്, പൊടിയാണ് ഇടുന്നത്. ഇതെല്ലാം കൂടെ ചതച്ചെടുക്കാം. അതുകൊണ്ട് ഈ പരുവത്തിന് ചതച്ചെടുക്കണം. നമ്മൾ ചതച്ച അരപ്പ് ഇതിനകത്തോട്ട് ഇടാം. നമുക്കിതൊന്ന് കൂട്ടിച്ചേർക്കാം. എല്ലാമായിട്ടൊന്ന് ഇച്ചിരി ഉടയണം. അരപ്പ് എല്ലായിടത്തും പിടിക്കട്ടെ രീതിയിൽ കൂട്ടി ഇളക്കാം. അപ്പം നമ്മൾ പറയാറുള്ളത് പോലെ ഏകാദശി പുഴുക്ക്, കാർത്തിക പുഴുക്ക്, പിന്നെ ഞങ്ങളുടെ അമ്മയൊക്കെ പറയുന്നത് ഇത് പുഴുക്ക് പരട്ടെന്നാണ്. എന്തായാലും കാര്യം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. കടുക് വറുത്ത് നമുക്ക് ഇതിൽ ചേർക്കാം. അപ്പോൾ ഇത് കൂട്ടാൻ വേണ്ടി ഇതിന് അടിപൊളി ഒരു ചമ്മന്തിയുടെ റെസിപ്പിയും ഉണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കാം. അപ്പം നമുക്ക് അതിലേക്ക് പോവാം. നമുക്ക് ചമ്മന്തിക്ക് വേണ്ടിയുള്ള കാന്താരി എടുക്കാം. ഇച്ചിരി നല്ലപോലെ ഇടാം. 4-5 ചെറിയ ഉള്ളി, ആവശ്യത്തിന് തേങ്ങ, നമുക്ക് എന്തോരം വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. പരുവത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ ഈ കാന്താരി ഉള്ളത് കൊണ്ടാണ് എല്ലാത്തിനും കാന്താരി ചേർക്കുന്നത്. ഈ ചമ്മന്തിക്ക് കാന്താരി ഇല്ലാത്തവർ പച്ചമുളക് ചേർക്കാം, അല്ലെങ്കിൽ വറ്റൽമുളക് ആണെങ്കിലും ചേർക്കാം. നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമ്മുടെ പുഴുക്ക് വരട്ടിനുള്ള ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ കൂടെ അല്പം തൈരൂടെ നമുക്ക് ചേർക്കാം. ഒരു 4-5 തവി ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഇളക്കാം. ഈ തൈരൂടെ ചേർക്കുമ്പോഴതിന് ടേസ്റ്റ് വരുന്നത്. തൈരിൽ ചേർക്കുക. നമുക്ക് ഉപ്പുണ്ടോയെന്നുകൊണ്ട് നോക്കാം. തൈര് ചേർത്ത് കഴിയുമ്പോൾ ഉപ്പ് ഇച്ചിരി കുറയും, നമുക്ക് നോക്കാം.
ഇനി അടിപൊളി ഉപ്പുണ്ട്. അപ്പം നമ്മുടെ പരട്ടിനുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ചമ്മന്തി പരട്ടിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് എല്ലാ പുഴുക്കിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതാണ്. അടിപൊളി ടേസ്റ്റാണ് ആണല്ലേ. അപ്പോൾ ഈ ചമ്മന്തി കൂടെ ട്രൈ ചെയ്തോണം. ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിക്കണം, എന്നാലേ ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ 2 റെസിപ്പിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നമ്മുടെ പുഴുക്ക് പരട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമുക്കിത് ചോറിൻ്റെ കൂടെയും അല്ലാതെ ഇത് തനിയെ ചമ്മന്തി കൂട്ടിയാണെങ്കിലും കഴിക്കാൻ നല്ലതാണ്. നമ്മുടെ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നന്ദി. എല്ലാവരും ഫീഡ്ബാക്കുകൾ അറിയിക്കുക.